ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിപ്പാൻ തക്കവണ്ണം 13-14. അവിടെ നിൽക്കുന്നത് നമുക്ക് പിന്നെ കടന്നു പോകാം. ആകയാൽ എന്നോട് കൃപ ഉണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കുക. For if you have favor in me, show me your path for me. ആ വഴി എന്നെ അറിയിച്ചു കഴിയുമ്പോൾ ഞാൻ നിന്നെ വ്യക്തമായി വീണ്ടും അറിയും. Once you make that known to me, I will know you for sure. ഈ ജനത്തെ നീ ഒന്ന് ഓർക്കണം. You have to remember the people. Praise God. വഴി എന്നെ അറിയിക്കണം. എന്തിനാ അറിയിക്കുന്നത്? Why are we reminding of this path? Why do we have to know about the path? ഞാൻ നിന്നെ വീണ്ടും അറിയണം. അതുകൊണ്ട് It's because we still have to remember. നമ്മളെല്ലാം പറയും വഴി ഒന്ന് തുറന്നു തരണമേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ. We all pray that, Lord, show me your path, or show me your desire in my life. എന്തിനാണെന്നറിയാമോ? നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ. You know, we pray that because we need our desires, the desires of our heart to be fulfilled. എന്നാൽ മോശ പറയുന്നു, ഞാൻ നിന്നെ അധികം അറിയുവാൻ ആഗ്രഹിക്കുന്നു. What Moses is saying is that I have the desire to truly know you. നിന്റെ കൃപ വീണ്ടും അറിയുവാൻ എനിക്കിട വരട്ടെ. He's praying that let me be known of your grace. ദൈവം പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട്. God is saying that my presence is with you. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. I'm going to give you peace. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. So in the presence of God there is peace. നിന്റെ എല്ലാ ഡിസ്ട്രെസ്, ആൻസൈറ്റി, പ്രശ്നങ്ങൾ സകലത്തിനും ആശ്വാസവും സമാധാനവും ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ കടന്നു വരണം. In order to get your redemption from your anxieties, depression or whatever, you need to feel the presence of God. നമുക്കതിന്റെ സാഹചര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. We know the instances towards it. എങ്കിലും ഞാൻ ഓടിച്ചെന്ന് പറയാം. 7-ാം വാക്യം മുതൽ അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. Let's read it from verse 7. The tent of meeting, മറ്റൊന്നുമല്ല, സമാപന കൂടാരം എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ വലിയ സാധനമാണ്. വലിയ സാധനമൊന്നുമല്ല. ഈ ജനമൊക്കെ വന്നുകൂടാൻ വേണ്ടിയുള്ള ഒരു ടെന്റ്. There's a tent where everyone gathers. അവിടെ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് ഇതുകൊണ്ട് ടെന്റ് അടിച്ചു. എന്താ കാര്യം എന്നറിയാമോ? പാളയത്തിലായിരുന്ന ഒരു കാലത്ത് പാപം ചെയ്തു. എന്താ പാപം? വിഗ്രഹത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ജനത്തെ നയിക്കുകയും ജനം ആരാധിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. So Moses placed a tent outside the campus doors because there was a time where there was sin inside the campus doors where they praised the idol. Hence he placed that tent of worship or meeting away or a bit further away from the camp. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയും ഈ പാളയത്തിൽ വെച്ചുള്ള സംസാരം വേണ്ട. So God is saying that there's no need of talk within the camp anymore. കാരണം നീ പാളയത്തിൽ പാലിക്കേണ്ടതൊന്നും പാലിക്കാത്തതുകൊണ്ട് ഇനിയും നീ ഉദ്ദേശിക്കുന്നിടത്ത് ഞാൻ ഇറങ്ങില്ല. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് നീ വരണം. The reason why that is because you committed a sin in the camp. Hence I'm not going to be in that presence where you want me. Hence I'm going to be coming to this place where I have desire to be in. എന്നിട്ട് അതിന് നീ ജസ്റ്റ് ഒരു മീറ്റിംഗ് കൂടാനുള്ള ഒരു ടെന്റ് അങ്ങ് പേരിട്ടാ മതി. And he called it a tent of meeting. യഹോവയെ, ആ വാക്ക് ശ്രദ്ധിക്കണം, യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെ പാളയത്തിന് പുറത്തുള്ള ഈ കൂടാരം, അത് വായിക്കുമ്പോൾ അറിയാം, ആ കൂടാരം ചുമ്മാ ഇവിടുന്ന് അങ്ങോട്ട് കാല് വെച്ചാ ഉള്ള സ്ഥലമല്ല കേട്ടോ. That tent is not just a walkable distance away or a step away from the camp. എന്ത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, താഴോട്ട് വായിച്ചേ. ഇത് 7-ാം വാക്യമുണ്ട്. എ ഗുഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ക്യാമ്പ്. അല്ലേ? അതൊരു നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പാളയത്തിന് പുറത്ത് അല്പം ഡിസ്റ്റൻസോട് കൂടിയ ഈ മീറ്റിംഗ് കൂടാനുള്ള ടെന്റ്. This tent of meeting is a really good distance away from the camp. Praise God. പാളയത്തിൽ ഇത്രയും നാളും ഒരു കുഴപ്പമില്ലായിരുന്നു, സുഖമായിരുന്നു. Everything was really good at where the camp was situated.
എന്നാൽ ദൈവ സാന്നിധ്യം ഇനി അവിടെ ഇറങ്ങാത്തായപ്പോൾ ഇനി നീ ഇച്ചിരി കഷ്ടപ്പെട്ട് ദൂരത്ത് പോകണം. You know, when the presence of God is not there anymore, or it's not evident there anymore, you have to go a farther way out to feel the presence of ഇവിടെ God. പറയും ദൈവത്തെ യഹോവയെ അന്വേഷിക്കേണ്ടവന് മുഴുവനും ഇനി അവിടെ പോകണം. He's saying, God is saying that if you have to feel the presence of God, you have to make that journey to the tent. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, And the next verse says, മോശ ഈ കൂടാരത്തിലേക്ക്, ഏതാ ഈ അകലെയുള്ള കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തരും താന്താന്റെ കൂടാരത്തിന്റെ വാതിക്കൽ നീ നോക്കും. മോശ അങ്ങോട്ട് പോയി കൂടാരത്തിന്റെ അകത്ത് കടക്കുന്നു, അവനെ നോക്കിക്കൊണ്ടിരിക്കും. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ ഇതാ സംഭവം. so it's read that whenever Moses went out to the tent, all the people rose and stood at the entrances to the tents, watching Moses until he entered the tent. As Moses went into the tent, the pillar of cloud would come down and stay at the entrance while the Lord spoke with Moses. അന്ന് മോശയാണെങ്കിൽ ഇന്ന് ക്രിസ്തേശുവാ. If it was Moses back then, it's Jesus Christ today. ഒരു ജനത്തെ നയിക്കുവാൻ അന്ന് മോശ ഉണ്ടായിരുന്നെങ്കിൽ, If there was a Moses to lead the people back then, ഇന്ന് നിത്യതയിൽ നയിക്കുവാൻ ദൈവം അയച്ച ഒരുവനാ നാം സേവിക്കുന്നത്. and to lead us to eternity, we have Jesus Christ. അന്ന് മോശ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു. You know, when Moses was walking that day, Moses would look at the people. കൂടാരം ദൂരമായാലും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം ഒരായിരിക്കുന്ന കൂടാരത്തിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. Even though the tent is far away, there were people who would rise up from where they were to be in that tent to feel God's presence. Praise God. എഴുന്നേറ്റ് നിൽക്കുന്നവൻ വെറുതെ അല്ല എഴുന്നേറ്റ് നിൽക്കുന്നത്, അവൻ നമസ്കരിച്ചുകൊണ്ട് നിൽക്കും. No one stands up without doing anything. They stand up with a desire to honor God. Praise God. പ്രിയരേ, ഒത്തിരി ന്യായങ്ങൾ പറയാനുണ്ട്. You know, we all have a lot of excuses to make. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈസിയായിട്ട് പാളയത്തിൽ ഞങ്ങൾക്ക് വന്നു പോകാമായിരുന്നു. We could make the excuse that before, you know, God used to come into our camp places, so it was easy for us to see him or feel his presence. ഇതിപ്പോ ദൂരമായതുകൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. Now, since there's a distance there, I cannot go into his presence. അങ്ങനെ പറയുന്ന ഒരു ജനത്തെ അല്ല ഇവിടെ കാണുന്നത്. And that's not the kind of people that we're seeing here in the scripture. ഹല്ലേലൂയ. ഇടവിൽ നിൽക്കുന്ന മോശ പോലെ ക്രിസ്തയേശു ഇന്നും നമുക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്നതുകൊണ്ടാ ഞാനും നീയും ആയുസ്സോടെ. Just as how Moses was in the midst of those people advocating for them, that's how Jesus is advocating for us this morning. അടുത്ത വാക്യം വായിക്കുമ്പോൾ അപ്പൊ ഇപ്പൊ സംഭവം മോശ അകത്ത് കടന്നു. Now Moses has entered the tent of meeting. ദൈവജനം മുഴുവനും അവരവരായിരിക്കുന്ന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുക, അവർ ദൈവത്തെ ആരാധിച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. Now people wherever they are, they're just praising God in the situation that they're in. അപ്പോഴാണ് മേഘസ്തംഭം ഇറങ്ങുന്നത് കാണുന്നത്. And that's when they see the pillar of God, a pillar of cloud in God's presence in the form of God. എന്നിട്ട് ശ്രദ്ധിക്കണേ. അപ്പം ഈ മേഘസ്തംഭത്തിൽ വരുന്ന ദൈവം, so the God that comes in the form of the pillar of cloud, മോശയോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? you know how he speaks to Moses. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്ന അതേ സ്റ്റൈലിൽ സംസാരിക്കും. God was talking to Moses in the way that a friend would communicate with each other. അപ്പൊ ഈ ടെന്റ് ഓഫ് മീറ്റിംഗ് കൂടാരത്തിന്റെ അകത്ത് വരുന്നവനോട് ഫ്രണ്ട്ലി സംസാരിക്കുന്ന ഒരു ദൈവമാ ഇന്നും നാം സേവിക്കുന്ന ദൈവം. So the God that we serve this morning is the same God who we can talk to as a friend. എന്നോട് ദൈവം സംസാരിച്ചില്ലെന്ന് ഒരൊറ്റ വ്യക്തി പോലും ആലയത്തിൽ വന്ന് പറയരുത്. No one should come into the tent of meeting to say that my God did not talk to me. ദൈവം പല രീതിയിൽ നമ്മോട് സംസാരിക്കും. God can talk to you in many different ways. പക്ഷേ നാം അത് ശ്രദ്ധിക്കാറില്ല. But we don't give ears to it. നാം മറ്റോരോന്നിലുമായി ഹാങ് ചെയ്ത് കിടക്കുന്നത്. We give our attention to many other things. ഒരു സാക്ഷ്യത്തിൽ കൂടെ ദൈവം നിന്നോട് You know, സംസാരിക്കും. God can talk to you through testimonies. ഒരു പാട്ടിൽ കൂടെ ദൈവം God നിന്നോട് can talk to you സംസാരിക്കും. through songs. ഹല്ലേലൂയ. മെസ്സേജിൽ കൂടെ ദൈവം നിന്നോട് God can talk to സംസാരിക്കും. you through messages. ഒരു വാക്യത്തിൽ കൂടെ ദൈവം നിന്നോട് God can talk to സംസാരിക്കും. you through even a single ഈ verse. കൂടാരത്തിൽ ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. I ask the church to praise if you believe that God is in our presence. Praise God. ദൈവം സംസാരിക്കുന്നില്ലെങ്കിൽ
you have some problem. If God is not talking to you, there is something that you have to rectify within yourselves. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു വാക്കാ. നമ്മൾ എത്ര പേരുന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നു, അപ്പാ talk to me like a friend. How many of us are here with the desire, God, talk to me this morning? എന്നോട് ഒരു സ്നേഹിതനെ പോലെ ഒന്ന് സംസാരിക്കുക. Talk to me as you would talk to a friend. Praise you, God. ഈ മീറ്റിംഗിന് കൂടാരത്തിൽ വരുമ്പോൾ, As I come into this tent no meeting, matter what church you are, no matter what congregation you attend, denomination അല്ല പ്രശ്നം. no matter what denomination you attend, ദൈവം സംസാരിക്കുന്ന നീ വന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ നീ പോകരുത്. when you have the desire, God will talk to you. Praise God. എന്നിട്ട് അവിടെ പറയുന്നു, പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് കഴിഞ്ഞു. So after that friendly talk with God, Moses came back to the camp. ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവവുമായിട്ട് സംസാരിക്കാതെ, ദൈവം സംസാരിക്കാതെ ഭവനത്തിൽ പോകരുത്. When you come into the presence of God, do not leave that presence of God without actually talking to God. ആ ഒരു തീരുമാനത്തിലെ മീറ്റിങ്ങുകൾക്ക് വരാവൂ. You have to come here with that decision that I am going to talk to my Father before I leave the sanctuary today. എന്നിട്ട് അവിടെ ഒരാളിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അസിസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നൂൻ്റെ യോശുവ ബാല്യക്കാരനായിരിക്കുമ്പം തന്നെ വിട്ടുപിരിയാതെ നിൽക്കണം. And here we are mentioning an assistant Joshua who even at his very young age was in that tent without leaving his presence from there. ഈ ചെറുക്കന് പോയി വേറെ പണി വല്ലതും ചെയ്തുകൂടെ? You know, he could have done many different things. അല്ല, ആരോഗ്യമുള്ള ചെറുക്കൻ. You know, he's a very healthy guy. ചുമ്മാ ഇവിടെ സമയം കളയാതെ. He's wasting his time. We could say he's wasting his time. അല്ല, അത് കാണുന്നവർക്ക് തോന്നും. You know what, the people might think that he's wasting his time when they see him. ആലയത്തിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതാണ് അവന് നന്മ. You know, for him, his desire is to be so close to God's presence. മറ്റു ജനം എന്തും പറയട്ടെ. You know what, no matter what the other people might say, ഹല്ലേലൂയ, കൂടാരം ദൂരത്തായിക്കോട്ടെ, it doesn't matter how far the tent is. പക്ഷേ നീ ദൈവവുമായിട്ടുള്ള അടുപ്പം നിന്നിൽ കുറയരുത്. Do not let the closeness with God decrease. എന്നിട്ടാണ് പറയുന്നത്, മോശെ യഹോവയോട് പറഞ്ഞു. പിന്നെ ഒരു വലിയ അടുത്ത കോൺവെർസേഷൻ വരിക. And then another conversation is we're നീ seeing here. പറയുന്നു ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുപോ. പിന്നെ അവിടെ വരുമ്പോൾ നമുക്ക് കാണാം നിന്റെ ജനം എൻ്റെ ജനം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ നിന്റെ എൻ്റെ കാരണം കയ്യിലിരിപ്പുണ്ടാ. മനസ്സിലായോ? മനസ്സിലായില്ല. നിന്റെ ജനമെന്നും എൻ്റെ ജനമെന്നും ഒരു വലിയ കോൺവെർസേഷൻ അവിടെ കാണാൻ പറ്റും. You know, there's a big conversation that's happening, your people and my people. എന്താണ് നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറയാൻ കാരണം അറിയാമോ? So you know why God is saying your people and my people? നീ തന്നെ താനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടത്. It's because you created that definition, your people and my people. Praise God. ഒരു സമയത്ത് ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. There was a time where God said that I have listened to the cries of my people. Praise God. അന്ന് എൻ്റെ ജനമായിരുന്നു. At that point, it was my people. ഇപ്പൊ എൻ്റെ ജനം അങ്ങ് മാറി. Now that has changed. That definition has changed. എന്താണെന്നറിയാമോ? ഇപ്പൊ പാളയത്തിന് പുറത്താ നീയൊക്കെ. Now that's because the tent of God is outside the camp doors. Let me tell you, ഞാൻ ഒരു കാര്യം ദൈവസന്നിധിയിൽ പറയട്ടെ. I'm reminding you something this morning. ഇന്ന് പകൽക്കാലം ചിന്തിക്കണം, നീ പാളയത്തിന്റെ അകത്താണോ പുറത്താണോ? You have to seek within your own hearts to see if your heart is away from the tent or within the tent. സാഹചര്യം നിന്നെ തെറ്റിക്ക്, നീ പാളയത്തിന് പുറത്തായാലും പാളയത്തിന് പുറത്തും വന്ന് സംസാരിക്കുന്ന ദൈവം നാം സ്നേഹിക്കുന്ന. Even if situations have taken you out of the course that you were planning to go, God is the kind of God who will come and talk to you from anywhere outside the situations that you're in. പക്ഷേ അതൊരു സുഖമായി കരുതരുത്, എന്നും ഇവിടെ പില്ല കേട്ടോ. But don't make use of that opportunity, because that might not exist every single day. ഞാൻ പാളയത്തിന് പുറത്തായാലും ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവത്തെ അത് വിചാരിച്ച് സമാധാനപ്പെടരുത്. Don't feel at comfort or at ease thinking that my God will talk to me in any situation that I desire. അവിടുന്ന് ഒരു വ്യത്യാസം നീ മറക്കരുത്. There might be a change in that circumstances. എന്നും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിചാരിക്കരുത്. God might not talk to you every single day in that same situation. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചോദിക്കുക, നീ പറയുന്നു എൻ്റെ ജനത്തെ കൊണ്ടുപോകണമെന്ന്, പക്ഷേ എന്തോ അതിന് തെളിവ്? ആരാ എന്നെ സഹായിക്കുന്ന, ആരാ എന്നോട് കൂടെ ഉള്ളത്? So Moses is questioning to God, is that you say lead these people, but who's going to help me? അപ്പം ദൈവം ഒരു വാക്ക് പറഞ്ഞു അവിടെ. ദൈവം പറഞ്ഞ വാക്കിനെ മോശെ ഒന്ന് റിമൈൻഡർ ചെയ്യുകയാണ്. എന്തുവാണെന്നറിയാമോ? എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് ഒന്ന് അറിയിച്ചു തരണം. അത് നീ എന്നോട് പറഞ്ഞില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലേ?
And Moses is reminding the Lord by saying, I know you by name, and you have found favor within me. That's something that God has told Moses, but Moses is reminding God that this is what you have said over me. Praise God. ദൈവത്തിൻ്റെ വാക്കുകൾ വചനങ്ങൾ കേട്ട ദൈവമക്കൾ ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. You know, if you have heard God's voice, you have to keep repeating what he said and when you pray. നീ ഭാരപ്പെടുമ്പോൾ പറയണം, പിതാവേ എൻ്റെ ഭാരത്തെ ചുമക്കാമെന്ന വാക്ക് പറഞ്ഞ ദൈവമാണ്. When you're in trouble situations, always pray with the word that God has given, that you have said that you will bear my burdens. കർത്താവേ നീ മരുഭൂമിയിൽ വഴിയൊരുക്കാമെന്ന് പറഞ്ഞ ദൈവമാണ്. You're the kind of God who said that you will create a way for me in the middle of the desert. പാറയിൽ നിന്ന് വെള്ളവും തേനും തരുവാൻ കഴിവുള്ളവനാ. You're the God who said from rock you will produce water and honey. എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ എന്ന് പറയുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. You have said that I have been given the authority that with my word I can change my circumstances. Praise God. അതെല്ലാം ഒന്ന് റിമൈൻഡർ ചെയ്തപ്പോഴാണ് പിന്നെ പറയുന്നത്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ And അറിയിക്കുക. after all that reminding, Moses is saying, if you're pleased with me, if you have your grace upon me, please remind me or show me your path. ദാവീദ് 12 അഭ്യർത്ഥനകള് 25-ാം സങ്കീർത്തനത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ 12 അഭ്യർത്ഥനകൾ റിക്വസ്റ്റ് ഈ Psalms 24 പറയുന്നു. In Psalms 24, David is making about 12 അതിന്റെ request. വേർഡ്സ് 4 പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടോ? In verse 4, we see 3 things. അവിടെ എന്താ പറഞ്ഞറിയാമോ? എങ്ങനെയാ? നിന്റെ വഴി എന്നെ 25-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം, വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും 25-ാം സങ്കീർത്തനത്തിന്റെ 25 verse 4. യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്ക. എന്താ ദാവീദ് നിന്റെ പ്രശ്നം? God, show me your path. We could ask David, what's your problem? Psalms എന്താ 25 ദാവീദ് verse നിന്റെ 4. പ്രശ്നം? ഇനി മാത്രം നിനക്കെല്ലാം ഉണ്ടല്ലോ, നിനക്കെല്ലാം ഓക്കെ അല്ലേ, നീ സമർത്ഥനല്ലേ? ദാവീദ് പറയുന്നു, എൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം. We can question David by saying, David, you're a man of riches, you have everything. But David is saying, show me your path, oh God. നിന്റെ പാത എനിക്ക് ഒന്ന് ഉപദേശിക്കണം. Show me your path, teach me your path, my God. എന്താ ഈ വഴിയും പാതയും തമ്മിലുള്ള വ്യത്യാസം? What is the way difference? and path difference? What is the difference between way and path? സ്തോത്രം. Way can describe more than one connected road. വഴി എന്ന് പറയുന്നത്, കർത്താവേ നിൻ്റെ വഴികളെ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ പറയുക അണ്ട് ആ ബീച്ചിൽ പോകുന്ന ന്യൂജേഴ്സിയിലെ ആ ബീച്ചിൽ പോകുന്ന വഴി ഏതിലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിലെ എടുത്ത് ലെഫ്റ്റ് എടുത്ത് പോകാം, അതിലെ റൈറ്റ് എടുത്ത് പോകാം, നേരെയും പോകാം. വഴി ഒത്തിരി ഉണ്ട്. The definition of ways might be, there might be many different roads leading to the same destination. പക്ഷേ പാത്ത് അങ്ങനെയല്ല. But path is not the same. സ്തോത്രം. പാത്ത് എന്ന് പറയുന്നത് എന്തറിയാമോ? ജസ്റ്റ് വൺ സിംഗുലർ റോഡ്, ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. Path means there's only one singular road leading to one destination. Not different roads. There are no many different paths. അപ്പോൾ ഇവിടെ പറയുന്നു, നിന്റെ വഴികളെ എന്നെ അറിയിക്കണം, നിന്റെ പാതയെ. ദൈവത്തിൻ്റെ പാത ഒന്നേ ഉള്ളൂ കേട്ടോ. So here we're saying, പല വഴിയില്ല ദൈവത്തിൽ കൂടെ ദൈവത്തിലേക്ക് കടന്നില്ല. here we're saying there are many different paths, but show me your one path that's for me. ദൈവത്തിന്റെ വഴികൾ പല, ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തികൾ പല വഴിയിലും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാം. You might be able to feel God's presence in many different ways. Praise God. സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. Proverbs 3 verses 5 says, trust in God in all your ways and let not your own understanding take you away from that path. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. Give your full heart and give your fullest desire to God and trust in Him. സ്വന്ത വിവേകത്തിൽ നീ ഊന്നരുത്. Do not trust your own understanding. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ മാത്രം നീ ആഗ്രഹിക്കണം. In all your ways acknowledge Him. അങ്ങനെയെങ്കിൽ
അവൻ നിന്റെ പാതകളെയൊക്കെയും നേരെയാണ്. And if you do that, God will direct you to the path that is for you. നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് വിവേകമുണ്ട്, You know, we all have understanding of different forms. നല്ല നോളജ് ഉണ്ട്, We have lots of knowledge. ഒത്തിരി തിയോളജി We have ഇറങ്ങുന്നുണ്ട്. a lot of theological understandings. വേദപുസ്തകം പറയുന്നു അതല്ല നിന്നെ നടത്തേണ്ടത് ദൈവത്തിന്റെ കരമാണ്. But the word of God says it's the hand of God that has to lead you. മോശ പറഞ്ഞതുപോലെ thy presence, നിന്റെ പ്രസൻസ് എൻ്റെ മേലുണ്ടാകണം. As Moses said, let your presence be with me at all times. ഹല്ലേലൂയ. പ്രസൻസ് ദൈവമക്കൾ അറിയണം. We have to feel the presence of God as children of God. What is the difference between glory and presence? What is the difference between God's glory and God's presence? മഹത്വവും ദൈവത്തിന്റെ സാന്നിധ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? What is the difference between God's glory and God's presence? Praise God. Hallelujah. God's glory is shown to all. He allowed people to see his goodness so people can repent. മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം കാരണമാണ് അനേകം പേര് ഇന്ന് ക്രിസ്തുവിനെ കാണുവാനിടയായി. It's because of God's glory that many people have the opportunity to see Christ. കാരണം നാം രാവിലെ കേട്ടതുപോലെ ഞങ്ങൾ രണ്ടും സഹോദര സ്നേഹത്തിൽ സ്നേഹിക്കുന്നത് glorify his name. The reason why we are in unity with each other is because of God's glory. നിന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ടാണ്. The one who has redeemed you from the mere steps of death is because of God's glory. ദൈവത്തെ കാണുവാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഗ്ലോറി നിന്റെ മേൽ വന്നു. The reason why you were able to see God was because of God's glory. Praise God. Hallelujah. But his presence എന്ന് പറയുന്നത് will only be manifested who have personal relationship with our God. But his presence can only be felt by people who have a personal relationship with Christ. ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിലേ പ്രസൻസ് ഉണ്ടാവും. You have to have a very personal relationship with God, then only can you feel God's presence. എന്തുകൊണ്ടാ കർത്താവിന്റെ വചനം പറഞ്ഞ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടുമ്പോൾ my presence will be there? Why does the word of God say that if 2 or 3 gather in my name, my presence will be കാരണം there? അതൊരു റിലേഷൻഷിപ്പ് വീണ്ടും ബിൽഡ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനുള്ളത്. Because that's a relationship building process to refresh your spirits. Only be manifest, hallelujah, to those who have a relationship with God. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു റിലേഷൻഷിപ്പ് വെക്കുന്ന ഹല്ലേലൂയ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. I praise God for the children of God who maintain a personal relationship with God. സഭയിൽ വരുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. You know, coming to church is just one small evidence of your love for Christ. Praise God. Praise God. സഭയിൽ വന്നതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം ഫുൾഫിൽ ആകുന്നില്ല. You know, just because you come to church does not mean everything, every love action towards God has been fulfilled. നീ എന്തെങ്കിലും ഒന്ന് ചെയ്തതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം റിലേഷൻഷിപ്പ് അത് ഫുൾഫിൽ ആകും. Just because you did one small thing for God does not complete your entire relationship with God. Praise God. നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്കൊക്കെ എത്രയായാലും കുടുംബങ്ങളുള്ളവരാ എന്ന് പറഞ്ഞാൽ അങ്കിൾ, ആൻറ്റി, ഗ്രാൻഡ് ഫാദറിൻ്റെ കസിൻസ് ഒത്തിരി ഉണ്ടല്ലോ. നമ്മൾ എത്ര പേരുമായിട്ടാണ് നല്ല റിലേഷൻഷിപ്പ് വയ്ക്കാൻ പറ്റുന്നത്? You know, it's a question that I want to pose this morning. You know, we have a lot of relationships, but how many people can we maintain that relationship with? എന്താ ഒരു റിലേഷൻ അല്ലേ? You know, it is a relation though. റിലേഷനാ, പേരിന് റിലേഷനാ. It's a relation just for name's sake. പക്ഷെ പ്രവൃത്തി റിലേഷൻ അല്ല. But there's no action relating to that relation. നിന്റെ പ്രവൃത്തി ആ റിലേഷനായി തെളിയിക്കണം. You know, it is your actions in that relationship that establishes that relationship. ഒത്തിരി ആങ്കിളും ആൻറ്റിമാരും ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വരികയും വീട്ടിൽ വന്ന് സഹകരിക്കുകയും നമ്മളെക്കുറിച്ച് അറിയുകയും ചെയ്യുന്ന കുറച്ച് ആങ്കിളും ആൻറ്റിയും ഒക്കെ ഉള്ളൂ. You know, even though you might have a lot of uncles and aunties and all these relationships that you might have, those you communicate with each other properly or a regular basis are the only ones you actually have a relationship with. പിന്നെ ബാക്കിയുള്ള അങ്കിളിനെയും ആൻറ്റിയെയും മരിച്ചോ ഇല്ലയോ എന്നറിയെങ്കിൽ വല്ല കല്യാണത്തിന് വെച്ച് കാണണം. The rest you have to, if someone passed away, if you have to figure out if an uncle or auntie passed away, you have to figure it out at a wedding or a funeral. That is not a relationship.
you should keep communicate. You have to keep that communication with each other. You should receive the action, you produce the action. You have to receive the action from them, and you also have to give that action back. ഇതാ റിലേഷൻഷിപ്പ് കേട്ടോ. That's a proper relationship. Praise God. Hallelujah. 15-ാം വാക്യം എക്സോഡസ് 33:15 നമ്മളെ ഓർപ്പിക്കുന്നതിൻ്റെ സാന്നിധ്യം എന്നോട് പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ തന്നെ ഞങ്ങളങ്ങ് ആയിക്കോളാം. In verse 15, it says, Moses says, if your presence does not go with us, do not send us us from up here. We will be here. ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. That's something that I really like. ഇവിടെ പറയുന്നത് ഞങ്ങളെ അയക്കരുതെന്നല്ല, It's not saying do not send us up. ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം. It says that I will be here. നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം ഇവിടുന്ന് ഒരു ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ. Only in your presence there will be a transportation from here. Praise God. അടുത്തത് 16-ാം വാക്യം പറയുന്നു, ഇനി നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ ജനം ഭൂമിയിൽ വിശേഷതയുള്ള ജനമെന്ന് എല്ലാവരും അറിയും. You know, and Moses is saying, if your presence is with me, let everyone around the world know that these are my distinguished people. പ്രിയരേ, നാം ദൈവ സാന്നിധ്യമുള്ളവരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കണം ആദ്യം. You know, my dear children of God, if you truly have to understand, do you have the presence of God in you? Your friends have to come into that realization. കൂട്ടു സഹോദരന്മാർ മനസ്സിലാക്കണം. Does your friends have that realization that you have God in you? കൂട്ടി സഹോദരിമാർ മനസ്സിലാക്കണം, ഇവരൊരു ശ്രേഷ്ഠ വ്യക്തിയാണ്, വിശേഷതയുള്ളവരാണ്. Once again, your friends have to realize that you have something special in you because you have God in you. ഹല്ലേലൂയ. സ്തോത്രം. 17-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഓ, ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തണം. ഇപ്പൊ വേണ്ട, പിന്നെ മതി. യഹോവ മോശയോട് പറയുന്ന വാക്ക്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എന്താ ചെയ്യുന്നതെന്നറിയാമോ? My presence will come with you. Verse 17 says, the Lord says to Moses, I will do the very thing you have asked me, because I am pleased with you and I know you by name. എന്നിട്ട് അവിടെ ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. And there's a confirmation there by God to Moses, you have the glory of God. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവർ ഇന്ന് എത്ര പേരുണ്ടോ? You know, how many of you have the glory of God in you? നീ കൃപ പ്രാപിച്ചെങ്കിൽ സ്തോത്രവും നീ നന്ദിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. You will be in continuous praise and worship. You have truly felt the glory of God. ചിലർ പറയാറില്ലേ, കൈയുയർത്തി 3 പ്രാവശ്യം പറഞ്ഞാട്ട്, ചിരിച്ചു പറഞ്ഞാട്ട്, നോക്കി പറഞ്ഞാട്ട്, ഇതൊക്കെ പറയിപ്പിക്കുന്നറിയാമോ? ഒരടുത്തറിവില്ലാത്തത് കൊണ്ടാ You know, the പറയിപ്പിക്കുന്നത്. reason why many pastors or many elders forces you to say many different things or make you praise and worship, it's because you truly do not have that presence of God in you. അടുത്തറിഞ്ഞവൻ പൊട്ടിക്കൊണ്ടേയിരിക്കും. You know, a person who has truly known God will continue to praise and worship Him in truth and spirit. ഈ കോണ് എങ്ങനെയാണെന്നറിയാമോ? പോപ്കോൺ ഉണ്ടാക്കി വരുന്നത് വെറും സാധാരണ കോണ് അതങ്ങ് വീർക്കും. പോപ്കോണ് എന്താണെന്നറിയാമോ? ഒരു ചൂട് ക്രമത്തിലധികം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആളങ്ങ് ഷേപ്പ് മാറുക. You know, corn seeds, when put under heat, it will pop into popcorn. പോപ്കോൺ ഉണ്ടാക്കിയവർ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുക. ഇല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും കാണും, ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് കാണണം പോയിട്ട്. എന്താ കോണേ നിന്റെ പ്രശ്നം? നിനക്കെന്താ ഇത്ര ചാടാനുള്ളേ? കോണ് പറയും, ഒരു കാലത്ത് എൻ്റെ അകത്തെല്ലാം വെള്ളമായിരുന്നു, പക്ഷേ ഒത്തിരി ചൂടടിച്ച് എൻ്റെ വെള്ളമെല്ലാം പറ്റി ഞാനിപ്പം ഒരു സീഡായിട്ട് മാറി. You know, we could question the corn asking, why are you jumping up and down? But it's saying that, you know, at one point I was filled with just water. But when I was put under that pressure, when I was put under that heat, when all that water was dried up within me, now I came into the full seed presence. ഇനിയും എൻ്റെ അകത്ത് എനിക്കെന്ന് പറഞ്ഞു പണ്ടത്തെ ഒന്നുമില്ല, എല്ലാം വറ്റിപ്പോയി. Now I don't have anything in me that is of mine. Everything has been dried. ഇപ്പോൾ ഉള്ളത് മുഴുവനും തിക്കാ. Now everything is hardened. ആ തിക്കായിരിക്കുന്നത് കൊണ്ടാ ചെറിയൊരു ചൂട് വരുമ്പോൾ
എനിക്ക് നിൽക്കാൻ വയ്യാതെ ഞാൻ പൊട്ടി. And since everything in me is hardened, everything of myself is removed, and everything in me is hardened, that's why even the smallest heat can pop me into something beautiful. ഷേപ്പിന് വ്യത്യാസം വരും. That's why your characteristics might have എൻ്റെ changed. ടേസ്റ്റിന് വ്യത്യാസം Your വരും. taste might see change. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തിന് വ്യത്യാസം വരും. You know, the presences that you sit in might change. ഒരു ഇത്രയും കോണ് പണ്ടൊരു കുപ്പിക്കകത്തായിട്ട് വെച്ച ഇത്രയും കുപ്പി മതി, ഇത്രയും കോണുണ്ട് നമുക്ക്. You know, only a very small space is needed to store a lot of corn. സംഭവം കോൺ ചൂട് തട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ഇത്രയും വലിയ ജാറ് വേണം ഇടണം. And once the heat actually manifests, it takes much more space. Praise God. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവന്റെ പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത്. I'm talking about the people who actually truly understands and tastes and sees the presence of God. എന്നാൽ ഒന്നും വേണ്ട, ഈ ചോളത്തെ എടുത്തൊന്ന് കഴുകാം. ഒന്ന് കഴുകിയിട്ട് വാഷ് ചെയ്ത് വെറ്റോടെ നീ ഒന്ന് ചൂടാക്കി നോക്കി. Now let's see if we can put this corn after washing it and heating it up. നിനക്ക് എന്തോ സംഭവിക്കും? What do you think will happen? അവിടെ കിടന്ന് കരിഞ്ഞ് പുകഞ്ഞ് ദേശം മുഴുവൻ നാറും. It will only burn, but it will not pop. നിന്റെ ഷേപ്പ് മാറണമെങ്കിൽ വെള്ളം നിന്റെ മേൽ വീഴരുത്. In order to change your circumstances, in order to change your characteristics, everything of you should not be in there. എണ്ണ ഇടാൻ ചെറുതായിട്ട്, പക്ഷെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് നീ ചെയ്യരുത്. പോപ്കോണായി വരത്തില്ല. You cannot put water, but you can put oil in it. എന്താണെന്നറിയാമോ? ആ തിക്കായിട്ടുള്ള ആ വെള്ളം കുറച്ചിങ്ങ് അബ്സോർവ് ചെയ്യും. You know, when you put water, that hardened substance will capture or extract that water from outside. അബ്സോർവ് ചെയ്യുമ്പോൾ ഈ കൂടിനെ ചൂട് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. You know, when that water comes back into that seed, the water will resist the heat workflow. അവിടുന്നും ഇവിടുന്നും ഉള്ളതൊക്കെ തലയ്ക്കകത്ത് വെച്ചോണ്ട് നടന്നാൽ ആത്മസാന്നിധ്യം വന്നാൽ നാം അറിയാതായി പോകുന്നു. You know, when you put certain things in your mind, when you put certain ideas or ideologies in your mind, when the presence of God comes into your midst, you will not be able to recognize it. അവിടുന്ന് കേട്ടതും ഇവിടുന്ന് കേട്ടതും അവിടുത്തുള്ള അറിവും ഇവിടുത്തെയുള്ള അറിവും പിന്നെ സ്വന്തമേയുള്ള അറിവും എല്ലാം കൂടെ വരുന്നു കഴിയുമ്പോൾ ചൂട് വരുന്ന ഒന്നും അറിയില്ല. കാരണം ഇഷ്ടംപോലെ സാധനം വേറെ അകത്തിരിക്കുക ആ ചൂടിനെ തിരിച്ചടിക്കാൻ. When you bring your own knowledge or when you bring on knowledge from others and put that in your head, when you truly feel God's presence, you will not be able to recognize it. Praise God. ഇവിടെ നമ്മുടെ ദൈവം മോശയോട് പറയുന്നു, You know what our God says to Moses here? ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. I know you personally. എത്ര പേരോട് ആ ദൈവം അടുത്തറിഞ്ഞിരിക്കുന്നത്? How many people here can truly testify that God can testify that I know you personally? എത്ര പേരൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, അപ്പാ എന്നെ ഒന്ന് അടുത്തറിയണം. How many people have the desire to say that I want to know you closely? പലരും പറയുന്ന എന്നെ അടുത്തൊന്നും അറിയണ്ട, അറിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പുറത്തു വരും, അതുകൊണ്ട് അറിയണ്ട. You know, some people might say, just because of all the filth in me, please do not know me a lot because I know everything will come out. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില ആഴങ്ങളിലേക്ക് ഇറക്കാനാണ്. You know, my dear children of God, God is asking, God desires to go into much depth with you. നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് കാര്യങ്ങൾ വരുന്നതുകൊണ്ടാ നിന്നെ ആഴത്തിലേക്ക് നീ ഇറങ്ങാൻ മടിക്കുന്നത്. It's because you are seeing all the circumstances around you. That's the reason why you cannot go into the depths of the presence of God. Praise God. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. I have the grace upon you. ഈ മീറ്റിംഗ് ഹൗസിൽ നിന്ന് ഈ മീറ്റിംഗ് ടെന്റിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ when you leave this tent meeting, പേരോട് ദൈവത്തിന് പറയാറുണ്ടോ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. How many people will God testify to saying that I have known you personally? നിന്നോട് കൂടി എൻ്റെ കൃപയുണ്ടോ? Your grace is my grace is with you. അതിനാ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണം എന്ന് പറയുന്നത്. That's why we say in worship we have to feel the presence of God. ദൈവ സാന്നിധ്യം കുറഞ്ഞത് മൂന്ന് രീതിയിലെങ്കിലും അറിയാൻ പറ്റും. We can see the presence of God in 3 different ways in the minimum. ഒന്ന്, നമുക്കൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ മെസ്സേജ് ഒരു പക്ഷെങ്കിൽ. We might have heard this message before. Omnipresence. Omnipresence. സർവ്വത്തിന്റെ മേലുമുള്ള ദൈവ സാന്നിധ്യം. His presence is everywhere and on everything. രണ്ടാമത്തെ പ്രസൻസ്, indwelling presence. The second form of presence is the indwelling presence. വസിക്കുന്ന ദൈവ സാന്നിധ്യം. The presence that shelters there. മൂന്ന്, manifest presence, പ്രകടമാക്കുന്ന ദൈവ സാന്നിധ്യം. The third is the manifesting presence, the presence that transforms things. ഇതൊന്നുമില്ലാത്ത ഒരു പ്രസൻസ് ഉണ്ട്. അതെന്തുവാണെന്നറിയാമോ?
നമ്മുടെ പ്രസൻസ്. There are presences that are apart from all these three things. It's our own presence. ഇത് ഒന്നുമില്ലാത്ത പ്രസൻസ് ആണ് നമ്മുടെ പ്രസൻസ്. You know, when none of these presences are evident, it's just our presence there. Praise God. സർവ്വത്തിൻ്റെ മേലും സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ പ്രസൻസ്, ഓംനി പ്രസൻസ്. ഹല്ലേലൂയ. സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, Psalms 139 verse 7 to 12, if we read it, നിന്റെ ആത്മാവിനെ ഒളിച്ച്, ഇതാണ് ഓംനി പ്രസൻസ്. എവിടെ പോയി രക്ഷപ്പെടാനാ? എവിടെ പോയാലും ഉണ്ടെന്നേ. നിലുവനെ You know, omnipresence is that no matter where you go, God's presence is there. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? You know, it's being said that I cannot hide away from your spirit. സാന്നിധ്യം വിട്ട് ഞാൻ എങ്ങോട്ട് ഓടും? I cannot go anywhere where your presence is not there. പലരും ഓട്ടമാ. ഇതൊന്നും ദൈവത്തിന് വലിയ പ്രശ്നമൊന്നുമല്ല. You know, people are running these days thinking that God does not care about this. ദൈവത്തിന്റെ കാര്യം എനിക്കും അറിയാം. You know, they might say, God knows my heart and I know God's heart. Listen, ഒരു ഓംനി പ്രസൻസ് ഉള്ളത് നീ മറക്കരുത്. But you should not forget the presence of God that's everywhere. നീ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം അറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഒരു മനുഷ്യന്റെ മേലും പ്രത്യേകാൽ ദൈവവേദനയുടെ മേലും ഉണ്ടെന്ന് നീ മറക്കരുത്. You as the children of God especially have to understand that God's presence is there every single place. Wherever you sit, wherever you stand, whatever that you do, God's presence is there with you. ഒരു കാര്യം ചെയ്യാം, സ്വർഗ്ഗത്തിൽ കയറി കളയാം. You know, we might say, let's go to heaven. വേണ്ട, പാതാളത്തിൽ പോകാം. Oh, let's go to hell. ഇവിടെ പറയുന്നു, നീ എവിടെ പോയാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട, എൻ്റെ പ്രസൻസ് will come. God is saying that no matter where you go and hide, my presence will be there with you always. അടുത്ത വാക്യം പറയുന്നത്, ഇനിയും പോകാം, അവിടെയും വേണ്ട ഇവിടെയും വേണ്ട, താഴെ പോകളയാം. I'm going to go even more in the inner depths. അവിടെ പറയുന്ന അടുത്ത വാക്യം, അവിടെയും എങ്ങനെ നടത്തുവെന്നാ? നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. എന്താണെന്നറിയാമോ? നീ നശിച്ചു പോകാതിരിക്കാനാ. And even then, no matter what, God is saying you can go as deep as possible, but His right hand will still hold you. Praise God. പണ്ടൊരു കുടിയൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനമുണ്ട്, എങ്ങനെ ജീവിച്ചാലും ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ അടുത്തുണ്ടെന്ന്. You know, an alcoholic once said, you know, no matter where I go, no matter what I do, God's hand is with me. സഹോദര, നീ പിന്മാറ്റത്തിൽ പോകുന്നത് ദൈവത്തിൻ്റെ വലങ്കരം നിന്റെ അടുത്തുണ്ടെന്ന് പറയരുത്. നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ നിന്നെ സ്നേഹിക്കും ദൈവം വചനം സംസാരിക്കാമെന്ന് മനസ്സിലാക്കണം. You have to understand, just because you're taking a step back in your faith, God's presence might not be with you always. ഇനി അടുത്തത് വേറൊരു ചിന്ത, ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ. വെളിച്ചം എന്ന് പറയുന്നത് എന്നെ ആരെങ്കിലും കാണാനുള്ള സാധ്യതയും കൂടെ ഞാൻ ഇല്ലാക്കി തരും. It's saying that, you know, I might create situations where no one can see me. ഹിഡൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, things that you do in secrecy. ഇനി വെളിച്ചത്തായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ ആരും കാണണ്ട. I don't want somebody to know. There was a moment when I was in the light, but now I desire a situation where no one sees me in darkness. ഇപ്പോഴത്തെ വെളിച്ചം കൂടെ അങ്ങ് ഇരുട്ടായിക്കോട്ടെ. So I'm saying any even small little bit of light that is in me, let that also be dark. ഇരുട്ടുപോലും മറവാക്കാത്തവന്റെ മുന്നിലാ നാം ആയിരിക്കുന്നത്. You know, God's presence does not even, darkness does not even give cover from God's presence. രാത്രി പകൽ പോലെ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള ഹല്ലേലൂയ ആ ഓംനി പ്രസൻസ് ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. We should understand that God's presence is everywhere, even in the darkest nights, darkest times of the night. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? Now what do we do? ഒന്നും ചെയ്യാൻ പറ്റില്ല. There's nothing that you can do. ദൈവത്തിന്റെ സാന്നിധ്യം wherever we go അവിടെ ഉണ്ട് കേട്ടോ. You have to understand that wherever you go, God's presence is there. ന്യായങ്ങൾ പറയുമ്പോഴും നാം ശ്രദ്ധിച്ചോണം, അവന്റെ പ്രസൻസ് എൻ്റെ വാക്കിൽ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. Always remember that no matter what excuses that you might bring, God's presence is still manifesting in every single word that you say. രണ്ട്, indwelling presence, വസിക്കുന്ന ദൈവ And the സാന്നിധ്യം. second one is indwelling presence. എന്താ അത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലുണ്ട്. നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പറയാം. അവർ പെന്തക്കോസ്ത് നാളിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അഗ്നിനാവ് പോലെ ഇറങ്ങുന്ന
ഒരാത്മ സാന്നിധ്യം ഇറങ്ങി. On the day of Pentecost, as we read here in Acts chapter 2, there was a presence of God there that manifested in the form of fire. ഇരുന്ന ഓരോരുത്തരുടെ മേലും അത് ഷാഡോ ആയി. Every single person felt that fire. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. Praise God. Indwelling presence of The indwelling presence says, Acts chapter 2 verses 4 says, and they were all filled with the Holy Spirit and began to speak with other tongues as the Spirit gave them utterance. നമ്മളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം. The presence of God that dwells within us. ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? Now do you know what's happening here? ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം There is a group of people that is truly praising and worshiping God in truth and spirit. അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം A ജനം. group of people that is praising God in the other tongues. എന്താ കാര്യമെന്നറിയാമോ? Do you know why that is? Indwelling presence of God. It's because of the indwelling presence of God in them. വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. The presence of God that is in them at all times. ഈ വസിക്കുന്ന ദൈവ സാന്നിധ്യം ആർക്കെങ്കിലും ഇന്ന് പകൽക്കാലം ഇല്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, let your presence, indwelling presence, come upon me, God. I say that those who are not those who are here with God's presence not in you, I pray that you pray for these presence to come into you. അന്ന് നമ്മൾ താഴെ അവിടെ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പം പറയുന്നത് അന്ന് ഇത്ര ഭാഷക്കാർക്കെല്ലാം മനസ്സിൽ എഴുതാടെ നമ്മുടെ ഭാഷ, അവനാണ്ട് നമ്മുടെ ഭാഷ, ഇവൻ നിൻ്റെ ഭാഷയിൽ, അങ്ങനെ ഭാഷ മനസ്സിലാക്കി എല്ലാവരും ഭാഷ മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ 12ഉം 13ഉം വരുമ്പം അവിടെ കുറേ മോക്കിംഗ് പീപ്പിൾ അന്നും ഉണ്ടായിരുന്നു. 12 അതിൻ്റെ 12 and 13 എന്ന് വായിച്ചേ. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു. എടാ ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. There were many people at that time who were shocked and who were perplexed by what was going on and thinking, what might this be? ആഹപ്പാടെ ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി. Now there's confusion and now there's mocking, saying that these guys might be drunk. And they start to murmuring each others. And they murmured or gossiped with each other. എന്താ അവസാനം അടുത്ത ഒരു ഐഡിയ പുറത്തു വരുന്നത് എന്താണെന്നറിയാമോ? As a part of the gossiping, now they say they might have gotten drunk with the new wine. ഈ കൂടെ നിന്നവർ പറഞ്ഞു, അവൻ നമ്മുടെ ഭാഷ സംസാരിക്കുന്നല്ലോ, ഇതെന്തായതെന്ന് പറഞ്ഞ് ദൈവപ്രവൃത്തിയാണെന്നല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ നിന്നവരിൽ തന്നെ ഒരു കൂട്ടരുണ്ട്, എന്തുവാ, വെള്ളം അടിച്ചിട്ടുള്ള കളിയാടേ ഇതെന്ന്. In a group of people where some people might believe that this is the presence of God, in that same group of people are people saying that these guys are just drunkards. ഈ വാക്ക് കേട്ടപ്പോഴാ പത്രോസിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. And this is when Peter could not stay still. ഏതാ ഇത്രയും പേര് അതിശയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ എണ്ണം പറയുക, ഇത് വെള്ളം അടിച്ച്, ഇത് ചുമ്മാ നാടകമാണ്, ഇത് വെറുതെ മാജിക്കാണ്, ഇത് വെറുതെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുക, ഇത് സ്വന്തം ബുദ്ധിയിൽ നിന്ന് വരുന്നതാ, ഇത് ഇതാന്ന് പറഞ്ഞപ്പോഴാണ് പത്രോസ് എഴുന്നേക്കേണ്ടി വന്നത്. Peter rose up when there were many people making all these accusations and gossips. ഇതെവിടെയാണെന്നറിയാമോ? ഈ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് വരുന്നത്, വസിക്കുന്ന ദൈവ സാന്നിധ്യം വരുന്നത് എവിടെയാ വരുന്നതെന്ന് അറിയാമോ? Do you know where God's indwelling presence comes into you? കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലുണ്ട് അവിടെ. 1 Corinthians chapter 3 verses 16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. You have to know that God's presence is with you. You are the temple of the God. You are the temple of the God. And God's presence dwell in you. Amen. ഇതാണ് indwelling presence of God, അധിവസിക്കുന്ന ദൈവ സാന്നിധ്യം. And this is the indwelling presence of God. അല്ലയോ മന്ദിരമേ, ദൈവാത്മാവിന് പറയാനുള്ളത്, ദൈവാത്മാവ് ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം ഒരു പ്രസൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. Oh, God is saying, oh temple, you have to plead or you have to desire for God's presence to be in you. ലഭിച്ചവർ അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. For those who have gotten that presence in you, you have to pray that you do not lose it. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം അവിടെ പറയുന്നു, മഹാദിനത്തിന്റെ അല്ലെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. സ്തോത്രം.
Colossians chapter 1 verses 27 says, to whom God was pleased was to make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you and the hope of glory. ക്രിസ്തു നമ്മളിൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് വേണം നാം എവിടെ പോകാനും. So wherever you go, you have to go with God's presence in you. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ കൂടി വരവിൽ, Especially in our gatherings. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ടത്. മത്തായി 18:20, മാത്യു 18:20. അവിടെ പറയുന്നത്, സ്തോത്രം, 2-3 പേരുടെ നാമത്തിൽ കൂടിയാൽ, this is calling indwelling presence of God, അധിവസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. This is called the indwelling presence of God, for when 2 or 3 gathers in my name, my presence is with them. Praise God. അവസാനത്തെ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. Manifest presence of God. I'm going to conclude with the last type of presence, which is the manifest presence. പ്രകടമാകുന്ന ദൈവ സാന്നിധ്യം. The presence that manifests in people. ഫറവോൻ തന്റെ ജനത്തെയൊക്കെ വിട്ടയച്ചു. When Pharaoh let the people go, ജനം വരുന്ന യാത്രയില് during that journey, മരുഭൂമിയുടെ ഏതാണ്ട് അടുത്തെത്തി. they have gotten close to the desert area. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം, എക്സോഡസ് 13:17. Exodus chapter 13 verses 17. അവിടെ 17-18 ഒന്ന് വായിക്കാമോ? 17 and 18. Yeah. 13. ശ്രദ്ധിക്കണേ, അത് വളരെ ശ്രദ്ധിക്കണേ. സമയം പോയെന്ന് ആരും വിചാരിക്കില്ലേ. നമ്മൾ പോകുന്ന വീട്ടിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത്. ഇത് കേൾക്കെ, എന്താ കാര്യം? പലരും വിചാരിക്കും ഇത് അവിടുന്ന് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആകെപ്പാടെ ഈ കനാൻ ദേശത്ത് പോകാനെ കൊണ്ട് ഇത്രയും കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെന്തിനാണ് ഇത്രമാത്രം ചുറ്റിച്ചെന്ന് വിചാരിക്കും. We might think, the distance between Canaan and Egypt was not too much of a distance, but why do we keep circling around it? അതിന്റെ റീസൺ, അതിന്റെ ഉത്തരമായി കാണുന്നത്. And that's the answer that we see here. ജനം യുദ്ധം കാണുമ്പോൾ അനുദപിച്ച് നിന്റെ പിന്മാറ്റത്തിന് കാരണമുള്ളത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിലെ വഴി നീണ്ടു വരുന്നതെന്ന് അർത്ഥം. The reason that many paths in your life is long, it's because you might be taking a back step in your faith. അങ്ങനെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചിലരുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ജനം യുദ്ധം കാണുമ്പോൾ When people were seeing, പക്ഷേ അനുദപിച്ച് വിട്ടുവന്ന് മിസ്രൈമിലേക്ക് ഓടിപ്പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവം അവരെ നേരെ പോകേണ്ട വഴിയെ കൊണ്ടുപോകാതെ പിന്നെന്തോ എടുത്തു? ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ഇങ്ങനെ കറക്കി. കാരണം നീ അതിലേ വാ, എന്നാലേ നീ ഈ വെടിയും പോഹയൊക്കെ കണ്ട് പേടിക്കാതിരിക്കുള്ളൂ. Praise God. People were saying people had the potential to be scared by what was going on, all the wars that was going on. That's why God, knowing that they might walk away from God's presence, is why they had to circle around the desert for multiple years. ഇതാ ഉത്തരം മനസ്സിലായി ഇപ്പം. Praise God. പലതിനും പെട്ടെന്ന് വഴി തുറക്കാത്തതിന്റെ കാരണം എന്താ അറിയാമോ? The reason why many times your path is not clear or certain doors don't open quickly. Praise God. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ മടങ്ങിപ്പോകാതിരിപ്പാൻ അവർ യാത്രയിൽ അത്ഭുതങ്ങൾ കാണുവാൻ, ദൈവകരം കാണുവാൻ ചെങ്കടലിന്റെ അതിലേക്ക് കൊണ്ടുപോയി കേട്ടോ. God desiring that these people have to see God's hand and not go back into the place that they came from. God walked them a longer route to show God's presence throughout it all. 20-ാം വാക്യം എന്താ പറയുന്നറിയാമോ? What do we see in verse 20? അപ്പൊ മരുഭൂമിയായി, അപ്പൊ ചെങ്കടലായി, ഡെസേർട്ടിലേക്ക്, മരുഭൂമിയിലേക്ക് വന്നു തുടങ്ങി. Now we have just approached desert. എന്തോ എടുത്തു? ഏദോമിൽ പാളയമിറങ്ങി. എന്താ കാര്യം? ഇനിയിപ്പോ യാത്ര എങ്ങോട്ടാ? എന്തോ യാത്ര ഇനിയുള്ളത്?
മരുഭൂമിയുടെ യാത്രയാണ് വരാൻ പോകുന്നത്. Now, given that there is a journey that's coming in front of them through the desert, now there's a pillar of cloud and a pillar of fire ahead of them. നീ ഇത്രയും യാത്ര ചെയ്തത് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. You know, all this journey until now hasn't been too harmful or Now harming. your journey starting with the wilderness. Now your journey in the wilderness is starting. അപ്പോൾ എന്തോ ചെയ്യുന്നറിയാമോ? Now what do? അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് ദൈവം പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയി. In order to walk in the day and in the night, in the day a pillar of cloud and in the night a pillar of fire was ahead of them, paving the path for them. Manifest presence of God. The manifested presence of God. പ്രകടമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. A presence that manifests in many different ways. നിനക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് തോന്നുമ്പോൾ You know, there might be situations where you might think that I have hardships to go forward. ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യമുണ്ട്. There's a presence of God that comes down for you. ഹല്ലേലൂയ. അടുത്ത വാക്യം എന്താ അറിയാമോ? What does the next verse say? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. And that pillar of cloud by day and the pillar of fire by night did not move or depart away from the people. നീ നടക്കുന്ന യാത്രയിൽ തണലെന്ന് വ്യക്തമായി അറിയാം. And you ചൂട് തണല്, ഷാഡോ, ഷെയ്ഡില്ല എന്ന വ്യക്തമായി അറിയാമെന്ന ദൈവം. നീ നടക്കുന്ന യാത്രയിൽ അതിഭയങ്കരം ചൂടുണ്ടെന്ന് അറിയുന്ന ദൈവം. And a God who knows that the path that you're about to take is harmful and is in the wilderness and might see a lot of things. God knowing that brought these presents into their midst. നിന്റെ മരുഭൂമിയിലെ യാത്രയിൽ വെട്ടമില്ലാത്ത അനുഭവത്തിൽ There might be situations where you might not see light at the night time in the desert. ഷെയ്ഡായിട്ടും ലാമ്പായിട്ടും രാത്രിയിലും പകലും സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടോ എന്ന് നാം There മറക്കരുത്. was a presence protecting them in the day from all the scorching heat by a pillar of cloud and all from darkness by using a pillar of fire paving the way for them. എക്സോഡസ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? You know, how does Exodus end? അതിന്റെ 40-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു യഹോവയുടെ മഹത്വം അവിടെ ഇറങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം അവസാനിക്കുന്ന അങ്ങനെയല്ലേ? അപ്പോൾ മേഘം സ്തോത്രം മതി. പ്രിയരേ, നിന്റെ തുടക്കം പ്രയാസമാണെങ്കിലും യാത്രയിൽ ദൈവം പറയട്ടെ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. You know, even if your journey in the beginning might be filled with hardships, let God say that I have closely known you, so my presence will be with you. അപ്പോൾ പ്രസൻസ് ഉണ്ടെങ്കിൽ ഗ്ലോറി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. So if God's presence is with you, God's glory will continue to manifest. May the good Lord bless you with these words. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ഉള്ളവർ അത് കണ്ടിന്യൂ ആയിട്ട് തുടരുകയും ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളും ദിവസങ്ങളുമായി തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.